കുഞ്ഞു വയറ്റി കിടക്കും 9 മാസം. ഞാൻ എനിക്ക് തൊന്നിട്ട് ഞാൻ എൻ്റെ വയറ് വീണെടുക്കുന്ന കണ്ടിട്ട് എനിക്ക് പോലും ചെയ്യാൻ പറ്റില്ല. എന്നെ ഈ കയ്യിൽ ഇവിടെ പിടിച്ചിട്ട് അടിച്ചു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങയുടെ സ്വാഗതം പറയാനൊന്നും വലിയൊരു എനർജി ഒന്നുമില്ല എനിക്ക്. കാരണം ലിറ്ററലി ഞാനൊരു വീഡിയോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ആ ഞെട്ടലിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തമ്മിൽ നിങ്ങൾ കണ്ടല്ലോ, പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ചാനലിലൂടെ വന്ന ആ ഒരു വീഡിയോ. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, ഞാൻ വലിച്ചു നീട്ടി ഒരുപാട് കഥയിലേക്കൊന്നും പോകുന്നില്ല. ഡയറക്റ്റ് കുറച്ച് ക്ലിപ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് പിന്നെ ഒരൊറ്റ വാക്ക് മാത്രം ഞാൻ പറയുകയാണ് നിങ്ങൾ എല്ലാവരോടുമായിട്ട്. കുട്ടികൾ അടുത്തിരിപ്പുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക. കാരണം എന്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. ഇന്നലെയൊക്കെ ഒരു അച്ഛനും അമ്മയും ഒരു മകനും ഇരുന്ന് കരയുന്ന കണ്ടപ്പോഴത്തേക്ക് ലിറ്ററലി അവരുടെ കൂടെ നിന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. ഈ പ്രവീണെ ഒരു നിമിഷം ഞാനും മനസ്സുകൊണ്ട് തെറി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകളും അവനെ ഒന്ന് തെറി പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് പ്രവീണിന്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എന്റെ പൊന്നു മോനെ പ്രണവ് കൊച്ചു, ഉദരത്ത് ഒരു കുഞ്ഞ് കിടക്കുമ്പോ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ നീയും നിന്റെ അച്ഛനും അമ്മയും കൂടെ ഒക്കെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ മോനെ നീയൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളു. ഇനി നിങ്ങൾ ഈ ക്ലിപ്പുകൾ കാണും, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. ഇനി ഇത് നിങ്ങൾ കേൾക്കുക. എൻ്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. എന്നെ വേണാക്കൂല പോറങ്ങിയാണ് നമുക്ക് ഇത് മുറിവുണ്ടാക്കിയിട്ട് പറഞ്ഞു നടന്നു പോയിട്ട് മതി ഇങ്ങനെ നോക്കൂല. ഞാനാ ഞാൻ സത്യം കിടക്കാക്കൂല. അതൊന്നും നീ കിടക്കൂല. ഞാനാ പറഞ്ഞേ എന്നെടുത്ത് കാല് കുത്തി അന്ന് മലയാളം പഠിച്ചവള് എന്റെ കുടുംബം ഇല്ലാതായി. ഞാൻ പറയുന്നു എവിടെ റൂം? ഇവിടെ ആർക്കൊണ്ടാക്കിയിട്ടില്ല റൂം. ഇല്ല ഇവിടെ പറ്റൂല. ഞാൻ പറയും പോകുന്നു. ഇവിടെ പറ്റൂല. ഇവിടെ കേൾക്കൂല. അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം പറയും. നീ ഇവിടെ വീഡിയോ എടുക്കേണ്ട കോപ്പട് നേരത്തെ പറയുന്നത് എത്ര ഭാഗത്തെ വായിക്കുന്നുണ്ട്. നിന്നെ വീഡിയോ അല്ല കോപ്പറിക്കുന്നത്. അല്ലെങ്കിൽ മകൾ ആമാൻ്റെ വെച്ചിട്ട് ഫോൺ ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. ഇവിടെ കുത്തിങ്ങനെ ഞങ്ങളൊന്നും കഴിക്കില്ല. മുരുകൻ കൊണ്ടുവന്ന് എനിക്കുള്ള കൊണ്ടുവന്നില്ല. അവളെയും കൊണ്ടുപോയിട്ടില്ല. അവരുടെയും കൊണ്ടിട്ടില്ല. ഇതില് ഏട്ടനെ മാത്രമല്ല ഇറങ്ങിപ്പോൻ പറയുന്നത്, എന്നെയും കൂടെ ഇറങ്ങിപ്പോൻ പറയുന്നത്. പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞ ആ ഒരു ചാനലിനകത്തൂടെ ഇന്നലെ ഈ ഒരു പ്രണവും അവന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിരുന്ന് കരഞ്ഞു കൂവി ഈ ഒരു ഡയലോഗ്, ഈ ഒരു സാധനം പറയുന്നത് നമ്മളെല്ലാരും കേട്ടതാണ്. അവരോട് ഞങ്ങൾ ഇറങ്ങിപ്പോകാൻ പറ്റില്ല, ഇത് അവന്റെ വീടല്ലേ, അവൻ ഇങ്ങോട്ട് തിരിച്ചു വന്നൂടെ എന്നുള്ളൊരു കഥ പറയുന്നത് നമ്മൾ കേട്ടു. അതിനു മുമ്പ് ഒക്ടോബർ 17 നടന്ന ഒരു വിഷയം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ലൈക്ക് ഒക്ടോബർ 17 ഒക്ടോബർ 17 അവരെടുത്തു വെച്ച. ഇപ്പൊ കുറെ ആളുകൾ ചോദിക്കുമായിരിക്കും ഇവരെന്തിനാണ് ഈ വിഷയം തുടങ്ങിയപ്പോ തന്നെ വീഡിയോ ഒക്കെ റെക്കോർഡ് എടുത്ത്, വീഡിയോ റെക്കോർഡ് മാത്രമല്ല ഇവരുടെ ഇനിയും ഒരു ഒക്ടോബർ 17 നടന്ന ഒരു വളരെ മോശം പ്രവൃത്തി, ഒരു സ്ത്രീയോട് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഒരു ഗർഭിണിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മോശം പ്രവൃത്തി ഒക്ടോബർ 17 ഇവരുടെ വീട്ടിൽ നടന്നു. അതിന്റെ ബാക്കി കുറച്ച് ക്ലിപ്പും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് അവർ തന്നെ ഫസ്റ്റ് വെച്ചൊരു ക്ലിപ്പാണിത്. ഇതില് ഈ ഒരു ക്ലിപ്പ് ഞാനും കാണിക്കാനുള്ള കാരണം, കഴിഞ്ഞ ദിവസത്തെ പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞ ചാനലില് മറ്റേ ഡൈയൊക്കെ അടിച്ച് സുന്ദര കില്ലാടിയായിട്ട് ഈ പ്രണവിന്റെയും പ്രവീണിന്റെയും തന്തപ്പടി മോൻ വന്നിരുന്നിട്ട് കരഞ്ഞു കൂവി കുറച്ച് സാധനങ്ങൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. അവന്റെ വീടാണ് എന്നുള്ളൊരു ഡയലോഗ്. അവൻ ഇങ്ങോട്ട് വന്നൂടെ? എടാ പരനാറി, നീ അല്ലേടാ നിന്റെ മോനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്, അടിച്ചിറക്കി. അതിനുള്ളതേ എല്ലാ തെളിവും അവരുടെ കയ്യിലുണ്ട്. എടാ നിന്റെയൊക്കെ കരച്ചിൽ കേട്ടപ്പോൾ നമ്മൾ നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുന്നു അതിനകത്ത്. ഒരു ഭാഗമല്ല. ഇതിനു മുമ്പ് ആദ്യത്തെ ഈ പ്രവീണിന്റെ ഒക്കെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തന്നെ നമുക്ക് തോന്നിയ ഒരു ചോദ്യമാണ്, ഇവൻ എന്തിനാണ് ഈ അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യം വന്നിരുന്ന് പറയുന്നത് എന്നുള്ളത്. അതിനുള്ള മറുപടി ഈ ഒരു വീഡിയോയിൽ തന്നെ, എനിക്ക് എല്ലാം കൂടെ ഒന്നും നിങ്ങളെ കാണിക്കാൻ വയ്യ, ഈ ഒരു വീഡിയോയിൽ തന്നെ തുടക്കത്തിൽ തന്നെ അവനത് പറയുന്നുണ്ട്. ഞാൻ ഇന്നും അത് ഉറച്ചു നിൽക്കുന്നു. ഞാൻ ഇപ്പോഴും എനിക്കൊരു അഡ്രസ് ഇല്ലാത്തവനാണ്, കാരണം എന്നെ ഇറക്കി വിട്ടു, അത് അവരെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാണ് ഈ ഒരു ക്ലിപ്പ് കാണിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു ഞെട്ടലും മാറുന്നില്ല. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ, ഒരു ദേഷ്യമൊക്കെ കിടപ്പുണ്ട്. ഞാനിപ്പോ സംസാരിച്ചാൽ പോലും ശരിയാവുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം
ബാക്കി കാണാം. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ, നിങ്ങൾ കണ്ടവരായിരിക്കും, ചിലപ്പോൾ കാണാത്തവർ കാണും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴാണ് ലിറ്ററലി നമ്മുടെ ത്രെഡ് പൊട്ടുന്നത്. കാണു ബാക്കി. അച്ഛൻ മാത്രമല്ല ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്, അമ്മയും പറയുന്നുണ്ട്. അതിന്റെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചുതരാം. ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളാ? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമ്പള നല്ല പുള്ളിയൊന്നും അല്ല. അവളെ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചാണുമായിരിക്കും. അവളെ അടിച്ചെന്ന് ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയ ദിവസം അവളോട് കയറി. ഇനി മേല അവള് ഈ വീട്ടിന്റെ അകത്ത് കയറാൻ പറ്റില്ല. നീയും കയറണ്ട. നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല. നിനക്ക് കൂടപ്പറപ്പും ഇല്ല, ആരുമില്ല. അപ്പൊ എനിക്ക് വീടുണ്ടില്ലേ മുതലേ? അവരാണ് പറയുന്നത് നിനക്ക് അഡ്രസ്സും ഉണ്ട്, നിനക്ക് വീടുണ്ട്. ചേച്ചി, പൊന്നു ചേച്ചി, നിങ്ങളല്ല ഇന്നലെ കരഞ്ഞു പോയി പറഞ്ഞത് നിങ്ങളുടെ മോനാണ് അവനിവിടെ വരാന്നൊക്കെ. എന്നിട്ട് നിങ്ങൾ എന്താണ് അവന് വോയിസ് അയച്ചേക്കുന്നത് ഇങ്ങോട്ട് കയറരുതെന്ന്? ഞങ്ങളിപ്പോ ആരെ വിശ്വസിക്കും? നിങ്ങളെ വിശ്വസിക്കോ പ്രവീണെ വിശ്വസിക്കണോ? ഇനി അവൻ പ്രൂഫുകൾ തരുന്നുണ്ട്. നിങ്ങളെല്ലാരും കൂടെ ചവിട്ടിക്കൂട്ടുന്ന വീഡിയോ വരെ അവന്റെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാരും ചോദിക്കും എന്തിനാണ് ഈ വീഡിയോ. അവന്റെ ഈ ഒരു വീഡിയോ പ്രൂഫ് ഉള്ളത് കൊണ്ട് അവൻ ഇന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നതെല്ലാം കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഒരു അച്ഛനും അമ്മയും ഇരുന്ന് കരയുമ്പോൾ നമ്മൾ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇന്നലെ അത് കണ്ടപ്പോ എനിക്ക് അതിലാണ് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുന്നത്. കാരണം ഞാനൊക്കെ ഒരു അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വില കൊടുക്കുന്നതാ. ഒരു അമ്മ ഇരുന്ന് കരയുമ്പോഴത്തേക്ക് അതിനകത്താണ് സത്യമെന്ന് നമ്മൾ ആരാണെങ്കിലും ഒരു നിമിഷം വിചാരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത്യാവശ്യം അമ്മമാരോട് ടച്ചുള്ളവർ അങ്ങനെ ആയിരിക്കും. അത് ഏതൊരു അമ്മ കരയുന്ന കണ്ടാലും നമ്മുടെ മനസ്സൊന്നും അലിയും. നമുക്ക് എല്ലാവർക്കും, എനിക്ക് പേഴ്സണലി, ഞാൻ എന്റെ കാര്യം പറയാം, എനിക്ക് ഇന്നലെ അതാണ് സംഭവിച്ചത്. പക്ഷെ ഇന്ന് ഈ കഥകൾ കേൾക്കുമ്പോഴത്തേക്ക് കുടുംബ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയോ കേൾക്കാറുണ്ട്. നമ്മൾ എല്ലായിടത്തും ഉണ്ട്, ഇതില്ലാത്തൊന്നുമല്ല. പക്ഷെ ഇത് റിയൽ ആൻഡ് റീൽ, ഈ ഒരു രണ്ട് ലൈഫും നിങ്ങൾ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും മനസ്സിലായിരിക്കണം. റിയൽ ലൈഫും റിയൽ ലൈഫും എപ്പോഴും ഡിഫറെന്റ് ആണ്. ഇത് എത്ര ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ആണെന്ന് പറഞ്ഞാലും, എത്ര അവരുടെ കുടുംബത്തിലെ കാര്യം പുറത്ത് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും, അതിനകത്തൊക്കെ ഒരു പൊട്ടുംപൊടി ഫേക്ക് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലായിരിക്കും. അത് ഏറ്റവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ് ഇവരുടേന്ന് ഞാൻ ഇവിടെ പറയുകയാണ്. എനിക്കതാണ് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ ലിറ്ററലി നിന്ന് കറങ്ങുക, ആരുടെ കൂടെ നിൽക്കും ഇതിനകത്തുനിന്ന്. ബാക്കിയുണ്ട് വീഡിയോ. ഇതിനകത്ത് ഈ ഒക്ടോബർ 17 എന്ന് പറഞ്ഞ ദിവസം ഒരു ഗാർഹിക പീഡനം അവിടെ നടന്നു. അതിന്റെ ക്ലിപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, നോക്കുക. ഒക്ടോബർ 27 എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകും. ഓക്കെ, ഒക്ടോബർ 17 അല്ല, ഞാൻ നേരത്തെ ഡേറ്റ് പറഞ്ഞപ്പോൾ തെറ്റി. ഒക്ടോബർ 27 അന്നാണ് ഈ ഒരു പ്രശ്നം ഇവരുടെ വീട്ടിൽ തുടങ്ങുന്നത്. അതിന് മുമ്പും ചെറിയ പൊട്ടും തടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള ഒരു കാരണം ഒക്ടോബർ 27 സംഭവിക്കുന്നത്. ബാക്കി കാണുക. ഡൊമസ്റ്റിക് വയലൻസ്, അതാണ് എൻ്റെ വീട്ടിൽ നിന്ന് സംഭവിച്ചത്. വയലൻസ് ആണ് വളരെ രീതിയിൽ. ഒരിക്കലും ഒരു ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തുകൂടാത്തതാണ് എൻ്റെ വീട്ടിലന്ന് നടന്നത്. മെയിൻ കണ്ണികളായിട്ടുള്ളത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ. ഇതെല്ലാം അനുഭവിച്ചത് ഞാനും വെറുതെ. നീ പറഞ്ഞു, നീ ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തു നീ പറഞ്ഞു. ആരുടെ കാലുമുണ്ട്, ഞാൻ തല വീണായിട്ട് അച്ഛനും ഇളയ മോനും തന്ന സമ്മാനമോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. എൻ്റെ മാലയും പൊട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? ഉണ്ടാക്കിയിട്ടതല്ല, നാടും മാനം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. ഞാനും ഇതിനെല്ലാം പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നെന്നും എനിക്കറിഞ്ഞൂടെ. എന്തൊക്കെ പറഞ്ഞ കൊച്ചു പിടിച്ച് ചീത്ത കുറെ ചീത്ത പിടിച്ച് എത്ര കുഞ്ഞു വയറ്റി കിടക്കും 9 മാസം. ഞാൻ വയറ് എനിക്ക് തൊന്നിട്ട് ഞാൻ എൻ്റെ വയറ് നല്ലത് വീണിടങ്ങുന്ന കണ്ടിട്ട് എനിക്ക് പോലും ചെയ്യാൻ പറ്റില്ല. എന്നെ ഈ കയ്യിൽ ഇവിടെ പിടിച്ചടിച്ചു. വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴെങ്കിലും ഒന്ന് അടി നിർത്തുമായിരിക്കും. എനിക്ക് ഇവിടെ ഒരു ചവിട്ട് കിട്ടി കേട്ടോ. ഇത്ര അവസ്ഥയിൽ എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന്. ഇതിൻ്റെ അപ്പുറം നാടകമായിട്ട് വരും, എനിക്കറിയാം. ഇതിൻ്റെ അപ്പുറം നാടകമായിട്ട് അവർ വരും. എനിക്കൊരു തെളിവ് എനിക്ക് വേറെ ഇല്ല. നിങ്ങളെല്ലാവരും പറയും ലാസ്റ്റ് വേറെ രീതിയിൽ ഇത് ബാക്കാൻ. അവർ 3 പേര് ചേർന്ന് എന്ത് വേണമെങ്കിലും പറയാം, എനിക്കറിയത്തില്ല. എൻ്റെ സെൽഫ് ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു പെൺകുട്ടി, ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പെണ്ണ് കയറി വരുന്നു. അതിനുശേഷമാണ് ആ ഒരു വീട് പിളരുന്നത്, അവിടെ പല പ്രശ്നങ്ങളും വരാൻ പോകുന്നത് അല്ലെങ്കിൽ വരുന്നത് എന്ന് പണ്ട് തൊട്ടേ നമ്മൾ കേട്ടു വന്നിട്ടുള്ളൊരു കാര്യമാണ്.
ഇവിടെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രണവിന്റെയും പ്രവീണിന്റെയും അമ്മയും അച്ഛനും പറയുന്നത് അതാണ് ഇവരെ പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ ഈ പെൺകുട്ടിയുടെ കരച്ചിൽ നിന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നത് അവളുടെയിലുള്ള തെറ്റുകൾ മാത്രമല്ല, ഇല്ലെങ്കിൽ അവളുടെ തെറ്റുണ്ടോ എന്ന് തന്നെ എനിക്കിപ്പോ സംശയമാണ്. കാരണം അവളായതുകൊണ്ട് പോലീസ് കേസ് കൊടുത്തില്ല ഇത്രയായിട്ടും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കിത് പേഴ്സണലി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി, ഇതിപ്പം മറ്റേ ഇവരുണ്ടാക്കിയെടുത്ത വീഡിയോ ഒന്നും ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരും വരരുത്. പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കുഞ്ഞ് അവളുടെ വയറ്റിൽ കിടക്കുന്നത് വരെ നമുക്ക് ലൈക്ക് ആ ഒരു വീഡിയോയിൽ അവളുടെ വയറ് വീർത്തിരിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയുന്നതൊക്കെ തെറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ലിറ്ററലി എനിക്കിത് എന്തോ പോലെ ആയിപ്പോയി ഇത് കണ്ടപ്പോഴത്തേക്ക്. കാരണം ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് അവളുടെ വയറ്റിൽ ചവിട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, എന്റെ പൊന്നുമോനെ പ്രണവേ, നിനക്കും നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇന്നലെ എങ്ങനെ വന്നിരുന്ന് ഈ കഥയൊക്കെ പറയാൻ പറ്റി, നാട്ടുകാരെ പറ്റിക്കാനായിട്ട്, കാണിക്കാനായിട്ട്. എടാ ശരിക്കും ഇനി ഒരു വിഷയം, ശരിക്കും ഒരു വീട്ടിൽ ഇനി ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പൊ ഈ ഒരു കേസിലാണ് നിങ്ങൾ നോക്കിയോ, പ്രവീണിന്റെയും ഈ ഒരു പെൺകുട്ടിയുടെയും ആയിരുന്നു തെറ്റെങ്കിൽ ഇനി വേറൊരു വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു മകന്റെയും ആണ് തെറ്റെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇവരുടെ അച്ഛനെയോ അമ്മയോ ഒന്നും നമ്മൾ നോക്കാൻ പോകത്തില്ല. കാരണം ഇവിടെ നമ്മളൊരു ഇൻസിഡന്റ് കണ്ടു, അത്രയും വൃത്തികെട്ടൊരു ഇൻസിഡന്റ് നമ്മളിവിടെ കണ്ടു. ഒരു അച്ഛനും അമ്മയും മകനും വന്നിരുന്നിട്ട് സ്വന്തം മൂത്ത പുത്രനെയും മകളെയൊക്കെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് ലാസ്റ്റ് ആ പയ്യൻ വിത്ത് പ്രൂഫ് കൊണ്ട് നമുക്ക് കാണിച്ചു തരികയാണ് ഇവരോട് ചെയ്ത ക്രൂരത. ചെറിയ ക്രൂരതയൊന്നും അല്ലിത്. അവര് കേസ് കൊടുക്കും, ഇവർ രണ്ടുപേരും പോയി കേസ് കൊടുക്കാത്തതേടാ അത് ഇവരുടെ മനസ്സിന്റെ നന്മ ഞാൻ പറയുള്ളൂ. അവൻ പറഞ്ഞ അച്ഛനും അമ്മയും അല്ലേ എന്ന് ആലോചിച്ചിട്ട് ഈ വീഡിയോ മൊത്തം കണ്ടവർക്ക് മനസ്സിലാവും. അതിനകത്ത് അവർ കാറിലിരുന്ന് പറയുന്നുണ്ട്, അവര് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് സംസാരിക്കുന്നുണ്ട്. കാറിലിരുന്നിട്ട് 1 മണിക്കൂറോളം ഇരുന്നിട്ട് അകത്തോട്ട് കയറണ്ട, കാരണം എന്റെ അച്ഛനും അമ്മയാണ്. അപ്പൊ പെൺകുട്ടി അത് പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് സങ്കടം തോന്നി. ഇതിൽ ആരുടെ സൈഡിൽ ഇനിയിപ്പോ നാളെ ഇനിയും ചിലപ്പോൾ മറ്റോ വരുമായിരിക്കും, അടുത്ത വീഡിയോയും അടുത്ത കുറെ വോയിസ് ക്ലിപ്പും ആയിട്ട്. ഇതിൽ ആരുടെ സൈഡിൽ നിൽക്കും? ഇപ്പം ഈ ഒരു വിഷയം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ പ്രവീണിന്റെ ചാനൽ ഇത് കണ്ടതിന് ശേഷം ലിറ്ററലി എനിക്ക് പ്രണവിനോടും അല്ലെങ്കിൽ അവന്റെ അച്ഛനമ്മ ലിറ്ററലി അയാളോട് പുച്ഛം തോന്നിപ്പോയി. എന്നാ അഭിനയമാണോ താൻ അഭിനയിച്ചപ്പോ? എന്നാ അഭിനയം താനൊക്കെ ഇന്നലെ അഭിനയിച്ചിരുന്നപ്പോ? കാണുന്ന ഞങ്ങളെയൊക്കെ പൊട്ടന്മാരാക്കില്ല നീയൊക്കെ. ഒരു കുടുംബ പ്രശ്നത്തിലേക്ക്, നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും എല്ലാരും പറയുന്ന ഒരു കാര്യം, ഒരു കുടുംബ പ്രശ്നത്തിനകത്തേക്ക് ചെന്ന് തല വെക്കരുതെന്ന്. കാരണം അത് എങ്ങനെ വേണമെങ്കിലും തിരിയാം. ഇവിടെ ഇപ്പൊ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവീണും വൈഫും ചെന്ന് കംപ്ലൈന്റ് കൊടുത്തില്ലെങ്കിൽ പോലും പോലീസുകാരാണെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇടപെടാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഇല്ലെങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈനോ വുമൺ അങ്ങനത്തെ സെല്ലുകൾക്കെല്ലാം ഇടപെടാം ഈ ഒരു കേസിൽ. കാരണം ഒരു കുട്ടി ഉദരത്തിലിരിക്കുമ്പോൾ ചവിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നു മോനെ തന്തപ്പടി, പ്രവീണിന്റെ തന്തപ്പടി, നീ ആണത് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ പ്രണവാണെങ്കിൽ പോലും, പ്രണവ് കള്ളു കുടിച്ചിട്ട് വന്ന് തെറി പറയുന്ന കാര്യമൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇവരുടെ ഈ വീഡിയോയിൽ ഞാൻ എല്ലാം കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. എടാ ചെറ്റ, എങ്ങനെ നിനക്ക് പറ്റിയടാ അതിന്? എനിക്കത് ലിറ്ററലി അത് അയ്യോ ആ ഞെട്ടല് പോയിട്ടില്ല. ഞാൻ പറയുന്നതിന് ഇനി വേണ്ട, ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഇനി ചിലപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ അടിക്കും. എന്താണെങ്കിലും എന്റെ ഒരു പെർസ്പെക്റ്റീവില് തന്തയില്ലായ്മയാടാ കുടുംബക്കാരെ. എങ്ങനെ ഒരു അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റി? അവർ ഇന്നലെ വന്നിരുന്നിട്ട് വേറെ കഥകളൊക്കെയാണല്ലോ നമ്മളോട് പറഞ്ഞത്. എന്നിട്ട് ആ വോയിസ് റെക്കോർഡിൽ എന്തോ പറയുന്നത്, വീട്ടിൽ കയറി പോരെന്ന് വരെ പറയുന്നു. ഇങ്ങനെ ഒരു അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. ഇങ്ങനെ ഒരു അമ്മയ്ക്ക് പറ്റുമോ? നിങ്ങൾ പറയൂ. എനിക്കിതിനകത്ത് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. ഒരമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? നാട്ടുകാരുടെ ഫ്രണ്ടിൽ വീഡിയോയിൽ വന്നിരുന്നിട്ട് മോനെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോയി, നീ തിരിച്ചു വരാനൊക്കെ പറഞ്ഞിട്ട് അതിന് മുമ്പ് അവരോട് പറഞ്ഞത് അവരുടെ തെളിവ് ഇരിക്കുന്നോണ്ട് രക്ഷപ്പെട്ടു. അതിനകത്ത് എന്തൊക്കെയാ അവര് പറയുന്നത്? വരരുത്, ഇങ്ങോട്ട് കയറരുത്, നിന്റെ ഭാര്യ അങ്ങനെയാണ്. ഇതിനകത്തൊക്കെ മനസ്സിലാവുന്ന എന്താണെന്ന് അറിയോ? എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അത് ചിലപ്പോൾ എന്റെ തെറ്റിദ്ധാരണയായിരിക്കാം. ഒന്നുകിൽ കല്യാണം കഴിക്കാതിരിക്കുക, ഇല്ലെങ്കിൽ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയാണെങ്കിൽ ഭാര്യയെ കൊണ്ട് വേറെ എവിടെങ്കിലും പോയി ജീവിക്കുക, എന്നിട്ട് ആഴ്ചയിലോ എപ്പോഴെങ്കിലും വന്ന് സ്വന്തം അമ്മയും അച്ഛനെയൊക്കെ കാണുക, ഇല്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കാതിരിക്കുക. ഇന്നത്തെ കാലത്ത് എല്ലാം കൂടെ അച്ഛനും അമ്മയും അനിയനും അല്ലെങ്കിൽ ഒരു ഭാര്യയൊക്കെ ആയിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ ഇങ്ങനത്തെ ഓരോ കണ്ടല്ലോ നിങ്ങൾ, ഇതൊക്കെ എല്ലാ കുടുംബത്തിലും കാണുമായിരിക്കും അല്ലേ? എനിക്കറിയത്തില്ല. നിങ്ങൾ പറ, വീഡിയോ കാണുന്ന നിങ്ങൾ പറ. എനിക്ക് ഇതിക്കുള്ളൊന്നും പറയാൻ വയ്യ. ഞാൻ ആകെ കിളിയൊക്കെ പാറി എന്റെ. ശരി.